സഹോദരങ്ങളെ, ഇന്ന് ഉപാസനയിൽ നാം ധ്യാനിക്കുന്നത് നിങ്ങളുടെ നന്മയെ വീണ്ടെടുക്കുക എന്നൊരു വിഷയമാണ്. യോഹന്നാൻ്റെ സുവിശേഷത്തിൽ നഥാനിയേൽ എന്ന് പറയുന്ന നിഷ്കപടനായ ഇസ്രായേൽക്കാരനെ ബൈബിൾ പരിചയപ്പെടുത്തുന്നുണ്ട്. നഥാനിയേൽ ഏറ്റവും വിശുദ്ധനും അനുഗ്രഹീതനുമായ മനുഷ്യരിൽ ഒരാളാണ്. അതുകൊണ്ട് തന്നെ ദൈവം നഥാനിയേലിനെ തൻ്റെ ശിഷ്യഗണത്തിൽപ്പെടുത്തുന്നുണ്ട്. ശിഷ്യനായി കഴിഞ്ഞപ്പോൾ അവൻ്റെ പേര് ബർത്തലൂമിയ എന്നായി മാറി. ഈ നഥാനിയേൽ ഒരു ചോദ്യം ചോദിക്കുന്നുണ്ട്. ഈ ചോദ്യമാണ് ഇന്നത്തെ നമ്മുടെ ധ്യാനം. ചോദ്യം ഇങ്ങനെയാണ്: നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? യേശുവിൻ്റെ പിറവിയെക്കുറിച്ച് കേട്ടുകഴിഞ്ഞപ്പോൾ യേശു ലോകത്തിൻ്റെ മുഴുവൻ രാജാവും രക്ഷകനുമായവൻ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നസ്രത്തിൽ പിറക്കുന്നു എന്ന് കേട്ടുകഴിഞ്ഞപ്പോൾ ഈ നിഷ്കപടനായ ഇസ്രായേൽക്കാരൻ വളരെ നിഷ്കളങ്കമായൊരു ചോദ്യം ചോദിക്കുകയാണ്. ചോദ്യം ഇതാണ്: നസ്രത്തിൽ നിന്ന് നന്മ വരാൻ കഴിയുമോ? എനിക്കും നിങ്ങൾക്കും ഒരുപാട് മുൻവിധികളുള്ള ചോദ്യങ്ങളുണ്ട്. ചിലപ്പോൾ അത് നല്ല അർത്ഥത്തിലാണ്, ചിലപ്പോൾ അത് മോശമായ അർത്ഥത്തിലും. ഉദാഹരണത്തിന് ഞാനും നിങ്ങളും എപ്പോഴും പറയുന്നതാണ് ഫസ്റ്റ് ഇംപ്രഷൻ ഈസ് ദ ബെസ്റ്റ് ഇംപ്രഷൻ എന്ന്. ആദ്യം കാണുമ്പോൾ തന്നെ നമുക്കൊരാളെ മനസ്സിലാക്കാൻ കഴിയുമെന്ന്. സത്യത്തിൽ അങ്ങനെയാണോ? ഒരിക്കലുമല്ല. നമ്മൾ ഒരാളെ കണ്ടു കഴിഞ്ഞ് അദ്ദേഹത്തെ ശ്രവിച്ചു കഴിഞ്ഞ് കുറേ കൂടി അടുത്ത് കഴിയുമ്പോൾ നമുക്ക് മനസ്സിലാകും അദ്ദേഹത്തെ ആദ്യം കണ്ടതുപോലെയല്ല ഇപ്പോഴത്തെ ഒറിജിനൽ സ്വഭാവമെന്ന്. ആദ്യം ഇടപെട്ടതുപോലെയല്ല സത്യത്തിലുള്ള അദ്ദേഹത്തിൻ്റെ സ്വഭാവമെന്ന്. അപ്പോൾ ആദ്യം കാണുന്നതിനനുസരിച്ച് ഒരാളെ വിധിക്കാൻ എനിക്കും നിങ്ങൾക്കും കഴിയുകയില്ല. ഇനി അപ്പുറത്ത് മറിച്ച് സംഭവിക്കാം. ഒരാളെ കാണുമ്പോൾ വളരെ സാധുവായൊരു മനുഷ്യൻ, ഒന്നിനും കൊള്ളരുതാത്ത വ്യക്തി എന്ന് തോന്നുന്ന വ്യക്തി, അദ്ദേഹത്തെക്കുറിച്ച് പെട്ടെന്ന് നമ്മൾ കമൻറ്റ് പറയും, ഇദ്ദേഹത്തിൽ നിന്ന് ഒരു നന്മയും വരാൻ സാധ്യതയില്ല. സഹോദരങ്ങളെ, ഏതാണ്ട് ഇതുപോലെയാണ് ദേശങ്ങളെക്കുറിച്ചും രാജ്യങ്ങളെക്കുറിച്ചും സംസ്കാരങ്ങളെക്കുറിച്ചും നമ്മുടെ കാലത്ത് എന്നതുപോലെ തന്നെ യേശുവിൻ്റെ കാലത്തും ഒട്ടേറെ മുൻവിധികളുണ്ടായിരുന്നു. അങ്ങനെ ഒരു മുൻവിധിയാണ് നസ്രത്ത് എന്ന് പറയുന്ന ഒരു ചെറു പട്ടണത്തിൽ നിന്ന് പ്രത്യേകിച്ച് നന്മയൊന്നും വരാൻ സാധ്യതയില്ല എന്നുള്ളത്. നസ്രത്ത്, പ്രത്യേകിച്ചും യേശുവിൻ്റെ കാലത്തെ ആ ചെറിയ വില്ലേജ് 500 പേരിലധികം താമസിക്കാത്ത, ആളുകളില്ലാത്ത ഒരു ഭാഗമായിട്ടാണ് പറയപ്പെടുക. ബെത്ലഹേം കുറച്ചുകൂടി വലിയ പട്ടണമാണ്. സത്യത്തിൽ യേശു ജനിക്കുന്നത് ജെറുസലേമിലാണ് എന്ന് പറഞ്ഞാൽ ഒരിക്കലും ഇദ്ദേഹം അങ്ങനെ ഒരു ചോദ്യം ചോദിക്കില്ല. കാരണം അറിയാം, ജെറുസലേം മതശ്രേഷ്ഠന്മാരുടെ, മതപുരോഹിതന്മാരുടെ സ്ഥലമാണ്, ഒട്ടേറെ മത പാരമ്പര്യമുള്ള സ്ഥലമാണ്. പക്ഷേ നസ്രത്ത് ഒരു ചെറിയ ഗ്രാമമാണ്. എന്നാൽ ഈ 500 പേര് മാത്രം താമസിക്കുന്ന സ്ഥലത്ത് നിന്നാണ് രക്ഷകൻ കടന്നു വരുന്നത്. ബെത്ലഹേമിനെ കുറിച്ച് വർഷങ്ങൾക്ക് മുമ്പ്, യേശുവിൻ്റെ ജനനത്തിന് തന്നെ നൂറ്റാണ്ടുകൾക്ക് മുമ്പ് പ്രവചനങ്ങൾ നിലകൊള്ളുന്നുണ്ട്. മിക്ക പ്രവാചകൻ്റെ പുസ്തകത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്, ഇതാ അല്ലയോ ബെത്ലഹേമേ, നിന്നിൽ നിന്നാണല്ലോ യൂദാ ഭവനത്തിലെ ഏറ്റവും ശ്രേഷ്ഠനായവൻ കടന്നു വരാനിരിക്കുന്നത്. ബെത്ലഹേം അനുഗ്രഹിക്കപ്പെടുന്ന ദേശമാണ്, നസ്രത്ത് അനുഗ്രഹിക്കപ്പെട്ട ദേശമാണ്. പക്ഷേ മനുഷ്യന് എളുപ്പം വിശ്വസിക്കുക സാധ്യമല്ല. ഇന്നും ചില രാജ്യങ്ങളെക്കുറിച്ച്, ചില ദേശങ്ങളെക്കുറിച്ച് നമുക്ക് അങ്ങനെയുള്ള ചിന്തയുണ്ട്. ഉദാഹരണത്തിന്, വടക്ക് നിന്ന് പെണ്ണ് കെട്ടിയാൽ തെക്കുള്ളവർക്ക് അത് പ്രശ്നമാണെന്ന് ചിന്തിക്കുന്നവരുണ്ട്. തെക്ക് നിന്ന് വിവാഹം കഴിച്ചാൽ പെൺകുട്ടികൾക്ക് പ്രത്യേകിച്ചും അവർ ധാർഷ്ട്യമുള്ളവരാണ് എന്ന് ചിന്തിക്കുന്ന വടക്കൻ ഭാഗക്കാരുണ്ട്. മലബാർ ദേശത്തേക്ക് എങ്ങനെ പെൺകുട്ടികളെ കല്യാണം കഴിച്ച് വിടുമെന്ന് ചിന്തിക്കുന്നവരുണ്ട്. ഹൈ റേഞ്ചിലേക്ക് എങ്ങനെ സ്വന്തം മകളെ വിവാഹം കഴിക്കുമെന്ന് ആലോചിക്കുന്നവരുണ്ട്. എന്ന് തുടങ്ങി ഒരുപാട് മുൻവിധികൾ വടക്കും കിഴക്കും തെക്കും പടിഞ്ഞാറും പറഞ്ഞ് ഈ കാലയളവിലും നമുക്കുണ്ട്. എന്നാൽ നമ്മുടെ മുൻവിധികളെ മാറ്റുന്നതാണ് ദൈവത്തിൻ്റെ നന്മ എന്ന് പറയുന്നത്. ഈ ദിവസം നമ്മുടെ 2 തരത്തിലുള്ള മനോഭാവങ്ങളെ മാറ്റുന്നതാണ് നാം ധ്യാനിക്കുക. ഒന്നാമതായി, നമ്മുടെ മേലുള്ള വിധിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. എൻ്റെ മേലും നിങ്ങളുടെ മേലും
വളരെ കേഴ്സ് ചെയ്യുന്ന എന്ന് പറഞ്ഞാൽ ശപിക്കുന്ന വിധികൾ ചില മനുഷ്യർ പറഞ്ഞിട്ടുണ്ടായിരിക്കും. സഹോദരങ്ങളെ, ഒരു കാര്യം നമ്മൾ ഓർക്കണം. എന്നെയും നിങ്ങളെയും കുറിച്ചുള്ള യഥാർത്ഥ വിധി നിശ്ചയിക്കാൻ കഴിയുന്നത് നമ്മുടെ സൃഷ്ടാവായ ദൈവത്തിന് മാത്രമാണ്. ഉദാഹരണത്തിന്, പത്രോസ് എന്ന് പറയുന്ന സാധാരണക്കാരനായ മത്സ്യബന്ധത്തിൽ ഏർപ്പെടുന്നൊരു മനുഷ്യൻ, അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ എല്ലാവരും പറഞ്ഞു, ഇവൻ ദുർബലനാണ്, ഇവൻ ശേഷിയില്ലാത്തവനാണ്, ചഞ്ചല വിശ്വാസമുള്ളവനാണ്, എപ്പോഴും പതറിപ്പോകുന്നവനാണ്, മുൻശുണ്ഠിക്കാരനാണ്. എന്നാൽ യേശു അവനെ കണ്ടു കഴിഞ്ഞപ്പോൾ പറഞ്ഞു, പത്രോസേ, നീ പാറയാണ്, നീ പാറയാണ്, നീ ശക്തിയുള്ളവനാണ്, നീ ചഞ്ചല ഹൃദയനല്ല, നീ വീണു പോകുന്നവനല്ല, നീ സംശയപ്രകൃതിക്കാരനല്ല, മറിച്ച് നീ പാറയാണ്. സത്യത്തിൽ നമ്മെക്കുറിച്ചുള്ള നെഗറ്റീവായ വിധികൾ മാറ്റുന്നത് കർത്താവ് കടന്നു വരുമ്പോൾ മാത്രമാണ്. സത്യത്തിൽ സഹോദരങ്ങളെ, ഏതൊരു പാപവും നമ്മിൽ നെഗറ്റീവായ ചില വിധികൾ സൃഷ്ടിക്കുന്നുണ്ട്. ഉദാഹരണത്തിന്, ഉൽപ്പത്തി പുസ്തകത്തിൻ്റെ ആദ്യ ഭാഗത്തേക്ക് പോവുക. ആദ്യ മാതാപിതാക്കൾ പാപം ചെയ്തു കഴിഞ്ഞപ്പോൾ 3 കാര്യങ്ങൾ അവരിൽ സംഭവിച്ചു. ഒന്നാമത്തെ കാര്യം, അവരിൽ വലിയ ലജ്ജയുണ്ടായി, വലിയ നാണമുണ്ടായി. അതുകൊണ്ട് അത്രയും ദിവസം ഒരുമിച്ച് പ്രഭാതത്തിലും സായാഹ്നത്തിലും ഉലാത്താനായിട്ട് ഇറങ്ങിയവർ ഓടി മറയുകയാണ്. ആദം എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ ആദം അവിടുന്ന് ഓടി മറഞ്ഞു. ആദം മാറിപ്പോയി. ആദം പറഞ്ഞു, ഇതാ ഞാൻ നഗ്നനാണ്, അതുകൊണ്ട് എനിക്ക് നിൻ്റെ അടുത്തേക്ക് വരാൻ പറ്റില്ല. അപ്പോൾ ഒരു പാപം ഒരു മനുഷ്യനെ സൃഷ്ടിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം അവന് ലജ്ജയുണ്ടാക്കുന്നു. രണ്ടാമതായി, എന്തെന്നില്ലാത്ത വിധത്തിലുള്ള ഭയം ഉണ്ടാകും. ഭയം ദൈവവുമായി ബന്ധപ്പെട്ടാണ്. അതുകൊണ്ടാണ് ദൈവത്തിൽ നിന്ന് ഓടിപ്പോകുവാനായിട്ട് തോന്നുന്നത്. മൂന്നാമതായി, അടുത്ത് നിൽക്കുന്ന വ്യക്തിയെ, സഹോദരങ്ങളെ, ജീവിത പങ്കാളിയെ, ഏറ്റവും പ്രിയപ്പെട്ടവരെ, രക്തബന്ധത്തിലുള്ളവരെ ഒക്കെ കുറ്റം പറയാനായിട്ട് തുടങ്ങുന്നു. അപ്പോൾ ഏതൊരു പാപവും ഈ 3 കാര്യങ്ങൾ നമ്മൾ സൃഷ്ടിക്കുന്നുണ്ട്. ഒന്ന്, നമ്മളോട് തന്നെ ഒരു ലജ്ജ, ഒരു നാണം സൃഷ്ടിക്കുന്നു. രണ്ടാമതായി, ദൈവത്തോട് എന്തെന്നില്ലാത്തൊരു ഭയം, അത് ദൈവഭയമല്ല, മറിച്ചൊരു പേടി നമുക്ക് തോന്നുന്നു. അവനിൽ നിന്ന് അകന്നു നിൽക്കാനുള്ള ഒരു തോന്നൽ നമുക്കുണ്ടാകുന്നു. മൂന്നാമതായി, സഹോദരങ്ങളെ കുറ്റപ്പെടുത്തുക. സഹോദരങ്ങളെ, സത്യത്തിൽ നമ്മുടെ മേലുള്ള വിധിയെ മാറ്റാൻ ആദ്യമേ നമ്മൾ ചെയ്യേണ്ടത് അനാവശ്യമായ ലജ്ജ നമ്മൾ എടുത്തു കളയണം. അതുകൊണ്ടാണ് ബൈബിളിൽ ആദ്യമായി ദൈവം മനുഷ്യനെ തിരുത്തുന്നത് ഒരു ചോദ്യം ചോദിച്ചുകൊണ്ടാണ്. ചോദ്യം ഇതാണ്, നീ നഗ്നനാണെന്ന് ആരാണ് നിന്നോട് പറഞ്ഞത്? ഒരിക്കലും നീ നഗ്നനല്ല. സഹോദരങ്ങളെ ഓർക്കുക, ദൈവം പ്രത്യേകമായി ഇലകൾ കൊണ്ട് വസ്ത്രത്തെ മെനഞ്ഞെടുത്ത് രൂപപ്പെടുത്തി അവനെ ധരിപ്പിച്ചുകൊണ്ട് അവനെ പുതിയതായി ബലപ്പെടുത്തുകയും ശക്തിപ്പെടുത്തുകയും ചെയ്യുന്നതാണ് നമ്മൾ പിന്നീട് ഉൽപ്പത്തി പുസ്തകത്തിൽ 3-ാം അധ്യായത്തോടുകൂടി കാണുന്നത്. ഞാൻ പറഞ്ഞത്, നമ്മുടെ മേലുള്ള നെഗറ്റീവായ വിധിവാചകങ്ങൾ ഒരുപക്ഷെ നമ്മൾ നമ്മെക്കുറിച്ച് തന്നെ പറഞ്ഞതായിരിക്കാം, അല്ലെങ്കിൽ മറ്റുള്ളവർ നമ്മെക്കുറിച്ച് പറഞ്ഞതായിരിക്കാം. അത് നമ്മൾ മാറ്റിമറിക്കണം. ഞാൻ ഓർക്കുന്നു, നാളുകൾക്ക് മുമ്പ് സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് എനിക്ക് പഠിക്കാൻ തീരെ മോശമായതുകൊണ്ട് എന്നോട് പ്രത്യേകിച്ചും മാത്തമാറ്റിക്സ് കണക്ക് പഠിപ്പിക്കുന്ന അധ്യാപകർ പറഞ്ഞു, ഇവർ ഒരു വിധത്തിലും ഗുണം പിടിക്കാൻ പോകുന്നില്ല, ഒരു വിധത്തിലും ഗുണം പിടിക്കാൻ പോകുന്നില്ല. അപ്പോൾ എല്ലാ ദിവസവും ബാക്ക് ബെഞ്ചിലിരിക്കുക. നമുക്കറിയാം, പണ്ട് കാലത്താണെങ്കിൽ കൂടുതൽ അടിക്കും. ഇന്ന് അധ്യാപകർ അധികം അടിക്കില്ല, കാരണം അടിച്ചു കഴിഞ്ഞാൽ നാട്ടുകാർ അദ്ദേഹത്തെ അടിക്കും, അതുകൊണ്ട് അടിക്കാൻ പറ്റില്ല. പക്ഷേ അന്ന് ഒരുപാട് തല്ലും. ഈ തല്ലലും ഈ ബഹളവുമായി എല്ലാ ദിവസവും ബാക്ക് ബെഞ്ചിൽ. സഹോദരങ്ങളെ, നിങ്ങൾക്കറിയാമല്ലോ, എല്ലാ ദിവസവും ബാക്ക് ബെഞ്ചിൽ ഇരിക്കാൻ വിധിക്കപ്പെട്ട ഒരു കുഞ്ഞ് അവനോട് പറയുന്നത് എന്തായിരിക്കും? ഐ ആം ഗുഡ് ഫോർ നത്തിങ്, ഞാൻ ഒന്നിനും കൊള്ളില്ല, ഞാൻ ഒരു വകയ്ക്കും കൊള്ളില്ല. ഇതായിരിക്കും ഒരു വിദ്യാർത്ഥി പറയുന്നത്. ഞാൻ ഓർക്കാറുണ്ട്, ദൈവമേ, എന്തിനും എല്ലാത്തിനും തോൽക്കാൻ എല്ലാ കാലത്തും വിധിക്കപ്പെട്ട കുഞ്ഞുങ്ങൾക്ക് ജീവിതത്തിൽ പ്രതീക്ഷയോടെ സ്വപ്നം കാണുക എന്ന് പറയുന്നത് വളരെ ക്ലേശകരമായ കാര്യമാണ്. ഏതെങ്കിലും കാര്യത്തിൽ വിജയിക്കണ്ടേ? ഞാൻ ഓർക്കുന്നു, അപ്പോൾ കണക്ക് പരീക്ഷയ്ക്ക് വിജയമില്ല, അതുകൊണ്ട് 100 മീറ്റർ ഓട്ടത്തിന് ഓടാനായിട്ട് ശ്രമിച്ച്. പക്ഷേ ഓട്ടത്തിലാണെങ്കിൽ നമ്മൾ ഏറ്റവും പിറകിലുമായിപ്പോയി. അപ്പോൾ ഓട്ടത്തിലും രക്ഷയില്ല, മാത്തമാറ്റിക്സ് അല്ലെങ്കിൽ പരീക്ഷയിലും വിജയമില്ല. ഇനി നാടകത്തിൽ പ്രധാനപ്പെട്ട ഒരു റോളും നമുക്ക് തരില്ല,
കാരണം എന്താണ്? എന്തു പറഞ്ഞാലും അത് പ്രശ്നമാകും, ഇടയ്ക്ക് വിൽക്കുമെന്ന് അവർക്ക് തോന്നി. അതുകൊണ്ട് അവരെന്ത് ചെയ്തു? പോലീസ് കാവൽക്കാരനായിട്ട് നിർത്തി. കാവൽക്കാരൻ്റെ ഗുണം എന്താണ്? ഒന്നും മിണ്ടണ്ട, വെറുതെ തോക്കും പിടിച്ച് നിന്നാൽ മതി. ഞാൻ പറഞ്ഞത്, ആവർത്തിച്ച് ഒരു വിദ്യാർത്ഥിയുടെ ജീവിതത്തിൽ ഫെയിലിയർ ഉണ്ടാകുമ്പോൾ, ആവർത്തിച്ച് ഒരു വ്യക്തിയുടെ ജീവിതത്തിൽ പരാജയം നേരിടേണ്ടി വരുമ്പോൾ അവർക്ക് അവരിൽ തന്നെ ആത്മവിശ്വാസം തകർന്നു പോകും, ലജ്ജ തോന്നും, നാണം തോന്നും, നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് തോന്നും. ഞാൻ ഓർക്കുന്നു, ആ കാലയളവിൽ തന്നെയാണ് സ്കൂൾ പഠിക്കുന്ന സമയത്ത് ഒരു പ്രസംഗ മത്സരത്തിന് വേണ്ടി ചെന്നു. അവിടെ ചെന്ന് കഴിഞ്ഞ് അന്നത്തെ കാലമല്ലേ, പ്രസംഗം ആരംഭിക്കേണ്ടത് മാന്യ സദസ്സിന് വന്ദനം എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഞാൻ കാര്യമായി കൈ ഇങ്ങനെ എടുത്ത് മാന്യ സദസ്സിന് വിനീതമായി കൂപ്പുകയെന്ന് പറഞ്ഞു. അത് പറഞ്ഞത് മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ. ഞാൻ അവിടെ തലകറങ്ങി വീണു. അധ്യാപകരെ ഒന്ന് വെള്ളം തരുന്നു. ഞാൻ ആകപ്പാടെ കഷ്ടപ്പെട്ടു പോയി. സഹോദരങ്ങളെ, എന്നാൽ നാളുകൾ കഴിഞ്ഞപ്പോൾ ദൈവം നമ്മെക്കുറിച്ചുള്ള വിധി നിശ്ചയിച്ചിരിക്കുന്നത് വ്യത്യസ്തമാണ് എന്ന് തിരിച്ചറിയാൻ പറ്റി. അപ്പോഴാണ് അത്തരം പരാജയങ്ങളോട് വിട പറഞ്ഞ് വിജയത്തിൻ്റെ കഥ എഴുതാൻ ആരംഭം കുറിച്ചത്. പഠനത്തിലായിരുന്നാലും മറ്റ് വിശുദ്ധമായ ജീവിതത്തിലായിരുന്നാലും കർത്താവുമായി ബന്ധപ്പെട്ട ഓട്ടത്തിലായിരുന്നാലും എല്ലാം കൂടുതൽ ഓടാനും കൂടുതൽ അധ്വാനിക്കാനും വിജയഗാഥകൾ നിർമ്മിക്കാനും കഴിഞ്ഞത് എൻ്റെ വിധിയെ മാറ്റിമറിക്കാൻ എൻ്റെ ദൈവത്തിന് കഴിയുമെന്ന് ഉറച്ചു വിശ്വസിച്ചുകൊണ്ടാണ്. ഞാൻ പറഞ്ഞത്, ഒരു പക്ഷേ ഇന്ന് നിങ്ങൾ കേൾക്കുന്ന വചനം കേൾക്കുന്ന വ്യക്തി നിരന്തരമായ പരാജയത്തിൻ്റെ വക്കിലായിരിക്കാം, ഒട്ടേറെ പരാജയങ്ങൾ നേരിട്ട വ്യക്തിയായിരിക്കാം. ഓർക്കണം, നമ്മുടെ മേലുള്ള വിധി നിശ്ചയിക്കേണ്ടത് മറ്റുള്ളവരല്ല, ജീവിത പങ്കാളിയല്ല, കുടുംബത്തിലുള്ളവരല്ല, എന്തിന് നാം തന്നെയുമല്ല, മറിച്ച് നമ്മെക്കുറിച്ച് നല്ല വിധി നിശ്ചയിച്ചിരിക്കുന്ന ദൈവമാണ് നമ്മുടെ വിധി നിശ്ചയിക്കേണ്ടത്. ഇത് വ്യക്തിയുടെ ജീവിതത്തിൽ മാത്രമല്ല, ഏതെങ്കിലും ദേശങ്ങൾക്കും അല്ലെങ്കിൽ ഒരു പ്രദേശത്തെക്കുറിച്ചും ഇങ്ങനെയുള്ള വിധികൾ നിശ്ചയിക്കാറുണ്ട്. അങ്ങനെ ഒന്നാണ് നാം ഈ കേട്ടത്. നസ്രത്തിൽ നിന്ന് എന്തെങ്കിലും നന്മ വരുമോ? നിങ്ങൾക്കറിയുമോ, നാളുകൾക്ക് മുമ്പ് മലബാറിനെ കുറിച്ച് ഒരു വിധി ഉണ്ടായിരുന്നു. മനുഷ്യരുടെ ഇടയിൽ ഒരു മുൻവിധി ഇങ്ങനെയാണ്: മലബാറിൽ നിന്ന് ഗുണമൊന്നും വരികയില്ല. കാരണം മലബാറിലെ ജനങ്ങളെന്ന് പറയുന്നത് കുടിയേറ്റം ചെയ്ത ജനതയാണ്. ഒരുപാട് കഷ്ടപ്പെട്ട്, പ്രത്യേകിച്ചും 2ാം ലോക മഹായുദ്ധം കഴിഞ്ഞ് ഒട്ടേറെ പട്ടിണിയും ദാരിദ്ര്യവും അനുഭവിച്ച കാലത്ത് തിരുവിതാംകൂറിൽ നിന്നും കുടിയേറിയ ജനതയാണ് മലബാറിലെ ജനത എന്ന് പറയുന്നത്. അപ്പം അതുകൊണ്ട് അവരിൽ നിന്ന് വലിയ നന്മയൊന്നും വരാൻ സാധ്യതയില്ല. അങ്ങനെ ഇരിക്കെ ഞാൻ കേട്ടതെങ്ങനെയാണ്, മലബാർ ദേശത്ത് നിന്ന് ധ്യാനഗുരുക്കന്മാരായ വ്യക്തികൾ തിരുവിതാംകൂറിൽ പോയി ധ്യാനിപ്പിക്കുക പോലും ചെയ്യില്ല. കാരണം എന്താ? തിരുവിതാംകൂറിൽ ചെല്ലുമ്പോൾ ആളുകൾ പറയും, മലബാറിൽ നിന്ന് പ്രത്യേകിച്ച് നന്മ എന്തെങ്കിലും വരുവാൻ സാധ്യതയുണ്ടോ എന്ന്. സഹോദരങ്ങളെ, എന്നാൽ കാലങ്ങൾ കഴിഞ്ഞു. കരിസ്മാറ്റിക് നവീകരണത്തിൻ്റെ കൊടുങ്കാറ്റ് ആഞ്ഞടിച്ചത് കേരളത്തിലെ മലബാർ പ്രദേശത്താണ്. ഏറ്റവും പ്രധാനപ്പെട്ട വരദാനങ്ങളുടെ ശുശ്രൂഷകൾ രൂപം കൊണ്ടത് ഈ മലബാർ ദേശത്താണ്. ഭാരതത്തിൽ തന്നെ കത്തോലിക്കാ സഭയിലെ ആദ്യത്തെ ടെലിവിഷൻ ചാനൽ രൂപം കൊണ്ടത് മലബാർ ദേശത്താണ്. കേരളത്തിലെ മന്ത്രിസഭയിലെ വ്യക്തികളുടെ എണ്ണം എടുത്താൽ പോലും മന്ത്രിമാരുടെ എണ്ണത്തിൽ പോലും അധികമായിട്ടുള്ളത് മലബാർ ദേശത്താണ്. ഇന്നലെ വരെ ഏറ്റവും കേഴ്സിൻ്റെ ഭാഗമായിരുന്ന, ഏറ്റവും മോശമായി ചിത്രീകരിക്കപ്പെട്ടിരുന്ന ഒരു പ്രദേശത്തിന് എങ്ങനെയാണ് ഈ നല്ല ഭാവം കിട്ടിയത്? ഇതാ, വിധി നിശ്ചയിക്കുന്നത് മനുഷ്യനല്ല, വിധി നിശ്ചയിക്കുന്നത് ദൈവമാണ്. ഇതുപോലെ തന്നെയാണ് ഇരുണ്ട ഭൂഖണ്ഡം എന്ന് പറഞ്ഞ് തള്ളിക്കളഞ്ഞിരുന്നൊരു ദേശമാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡം. നിങ്ങൾക്കറിയാവോ, സഭയുടെ സന്തോഷത്തിൻ്റെ അല്ലെങ്കിൽ സഭ ഏറെ സമ്പന്നമായിരുന്നൊരു കാലത്ത് സഭയിലെ ചില ദൈവശാസ്ത്രജ്ഞന്മാർ പറഞ്ഞു, ഇങ്ങനെ പോലും പറഞ്ഞു, ഈ ദേശത്ത് നിന്ന് ഒരു നന്മയും വരില്ല എന്ന്. ഇരുണ്ട ഭൂഖണ്ഡത്തെ ദൈവം മാറ്റിവെച്ചിരിക്കുകയാണ് എന്ന്. എല്ലാ നന്മയും എല്ലാ സവിശേഷതയും വെള്ളക്കാർക്ക് മാത്രം അവകാശപ്പെട്ടതാണ് എന്ന്. കാലങ്ങൾ കഴിഞ്ഞു. ഇപ്പോഴത്തെ പുതിയ കണക്കനുസരിച്ച് പറയുന്നത് യൂറോപ്യൻസിൻ്റെ 3 ഇരട്ടി ക്രിസ്തീയ വിശ്വാസികളാണ് ആഫ്രിക്കൻ ഭൂഖണ്ഡത്തിൽ വരുന്ന 10 വർഷത്തിനുള്ളിൽ, എന്ന് പറഞ്ഞാൽ 2020 25 ഉണ്ടാകാനായിട്ടിരിക്കുന്നത് എന്ന് പറഞ്ഞാൽ ആ ദേശത്തെക്കുറിച്ച്, ആ ഭൂഖണ്ഡത്തെക്കുറിച്ചുള്ള വിധിയെ ദൈവം മാറ്റിമറിക്കുകയാണ്. അതെ, നസ്രത്തിൽ നിന്നും നന്മ വരിക തന്നെ ചെയ്യും. കാരണം നസ്രത്തിനെക്കുറിച്ചുള്ള മനുഷ്യൻ്റെ വിധിയല്ല, ദൈവത്തിൻ്റെ വിധി. രണ്ടാമതായി
നിങ്ങളുടെ മേലുള്ള പ്രവചനങ്ങളെ മാറ്റുവാൻ ദൈവത്തിന് കഴിയും. അപ്പോൾ ഒന്ന്, നിങ്ങളുടെ മേലുള്ള വിധിയെ മാറ്റാൻ കഴിയും. രണ്ടാമത്, നിങ്ങളുടെ മേലുള്ള പ്രവചനങ്ങളെ മാറ്റാൻ കഴിയും. ബൈബിളിൽ വളരെ മനോഹരമായൊരു ഭാഗം 2 രാജാക്കന്മാരുടെ പുസ്തകം 20-ാമത്തെ അധ്യായത്തിൽ നമ്മൾ വായിക്കുന്നുണ്ട്. അവിടെ ഹെസക്കിയ എന്ന് പറയുന്ന രാജാവിന്, യഹൂദ രാജാവിന് വലിയ ഒരു രോഗം വന്നു. ഏറെ വിഷമകരമായൊരു രോഗം, സൗഖ്യപ്പെടാൻ സാധ്യതയില്ലാത്തൊരു രോഗം. അപ്പോൾ എങ്ങനെയെങ്കിലും ഇവന് സൗഖ്യം കിട്ടണം. അപ്പോൾ അന്നറിയപ്പെടുന്ന പ്രവാചക ശ്രേഷ്ഠനായ ഐസിയായുടെ അടുത്തേക്ക് യേശയ്യാ പ്രവാചകനെ അവിടേക്ക് ക്ഷണിച്ചു വരുത്തുകയാണ്. യേശയ്യാ പ്രവാചകൻ കാര്യമായി അവിടെ ചെന്നു. ഹെസക്കിയ രാജാവിൻ്റെ കൊട്ടാരത്തിൽ ചെന്നു. കൊട്ടാരത്തിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ പോകുന്ന വഴിയെ തന്നെ യേശയ്യാ പ്രവാചകനൊരു ദർശനം കിട്ടുകയാണ്. ദർശനം എങ്ങനെയാണ്? രാജാവ് ഒരു വിധത്തിലും രക്ഷപ്പെടുകയില്ല. രാജാവ് ഏതാനും ദിവസങ്ങളിലുള്ളിൽ മരിക്കും. ഉടനെ തന്നെ യേശയ്യാ പ്രവാചകൻ അവിടേക്ക് ചെന്നു. യേശയ്യാ പ്രവാചകൻ പറഞ്ഞു, താങ്കൾ വീട്ടിലെ കാര്യങ്ങളെല്ലാം ശരിയാക്കുക, ശവസംസ്കാരത്തിനുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുക, ശവപ്പെട്ടി ഉണ്ടാക്കുക, ഉടനെ കാര്യങ്ങൾ ക്രമീകരിക്കുക, വീട്ടിലെ കാര്യങ്ങളൊക്കെ ഒരുക്കിക്കോ, മരണം ഉറപ്പാണ് എന്ന്. സഹോദരങ്ങൾ, ഇത് പറഞ്ഞ് യേശയ്യാ പ്രവാചകൻ കൊട്ടാരത്തിൻ്റെ പ്രധാന കവാടത്തിൽ നിന്ന് പുറത്തേക്ക് ഇറങ്ങുന്ന നേരത്ത് ഈ പ്രവചനം കേട്ട് ഏറെ വിഷമിച്ച് ഹൃദയം തകർന്ന ഹെസക്കിയ രാജാവ് ചുമരിനോട് ചാഞ്ഞ് കിടന്നുകൊണ്ട് ഇങ്ങനെ പറഞ്ഞു, ദൈവമേ, യൂദാ സമൂഹത്തെ ഇത്രയും കാലം നയിക്കാൻ നീ എന്നെ നിയോഗിച്ചു. ദാവീദ് കഴിഞ്ഞാൽ സത്യത്തിൽ യഹൂദ രാജാക്കന്മാരിൽ ഏറ്റവും ശ്രേഷ്ഠനായ രാജാവാണ് സഹോദരങ്ങളെ ഈ ഹെസക്കിയ രാജാവ്. 25-ാമത്തെ വയസ്സിൽ രാജാവായി നിയോഗിക്കപ്പെട്ട് കഴിഞ്ഞ 14 വർഷക്കാലം ദൈവത്തിന് ഇണങ്ങിയ വിധത്തിൽ സമൂഹത്തെ നയിച്ച രാജാവാണ് ഹെസക്കിയ രാജാവ്. അതുകൊണ്ടാണ് അദ്ദേഹം തിരിഞ്ഞു കിടന്നുകൊണ്ട് ദൈവത്തോട് പറഞ്ഞത്, ദൈവമേ, കഴിഞ്ഞ 14 വർഷത്തോളം ഞാൻ ഈ രാജ്യത്തെ സ്നേഹത്തോടു കൂടി ഭരിച്ചു. അങ്ങയോട് 2 പ്രാർത്ഥനയെ ഞാൻ നടത്തിയുള്ളൂ. ഒന്നാമത്തെ പ്രാർത്ഥന, അസീറിയ സമൂഹത്തിൽ നിന്ന്, ആധിപത്യത്തിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണം. രണ്ടാമത്തെ പ്രാർത്ഥന, എൻ്റെ രോഗം ഭേദമാക്കണം. നീ ഇത് ചെയ്യാതെ മോശപ്പെട്ട പ്രവചനങ്ങളൊന്നും എനിക്ക് നേരെ അയക്കരുത്. ഇത് നടത്തിയേ മതിയാകൂ. ഞാൻ എന്നും നിനക്ക് വിശ്വസ്തനായിരിക്കും എന്ന് പറഞ്ഞു. സഹോദരങ്ങളെ, ഈ തിരിഞ്ഞു കിടന്ന് പ്രാർത്ഥിക്കുന്ന ഹെസക്കിയ രാജാവിന് പെട്ടെന്ന് ഒരു ഉൾപ്രേരണ കിട്ടുകയാണ്. ദൈവം വരും, ദൈവം എന്നെ സൗഖ്യപ്പെടുത്തുമെന്ന്. പ്രധാന കവാടം തുറന്ന് പുറത്തേക്കിറങ്ങുന്ന യേശയ്യാ പ്രവാചകന് യാത്രക്കിടയിൽ, മടക്ക യാത്രക്കിടയിൽ ദൈവം ഒരു ദർശനം കൊടുത്തു. ദർശനം എങ്ങനെയാണ്? നീ മടങ്ങിച്ചെന്ന് ഹെസക്കിയ രാജാവിനോട് പറയുക, നീ ജീവിക്കുമെന്ന്, നീ മരിക്കുകയില്ല എന്ന്. അസീറിയ സമൂഹത്തിൽ നിന്ന്, അസീറിയ സൈന്യത്തിൽ നിന്ന് ഇസ്രയേലിനെ മോചിപ്പിക്കാൻ നിന്റെ കാലത്ത് തന്നെ കഴിയുമെന്ന് പറയുക. അവൻ ചെന്നു, അവൻ പറഞ്ഞു. സഹോദരങ്ങളെ, ഹെസക്കിയ രാജാവിന് തുടർന്ന് ഏതാണ്ട് 13 വർഷക്കാലത്തേക്ക് ആയുസ് നീട്ടിക്കൊടുക്കുന്നു. ഇസ്രയേലിന് ഏറ്റവും സന്തോഷകരമായ ഒരു ജീവിത കാലഘട്ടം ദൈവം അവനിലൂടെ കൊടുക്കുന്നു. അതെ, സിംഹങ്ങൾ പോലും, സിംഹക്കുഞ്ഞുങ്ങൾ പോലും ഇരകിട്ടാതെ വലഞ്ഞേക്കാം. എന്നാൽ ദൈവത്തിൽ ആശ്രയിക്കുന്നവർ ഒരു കാലത്തും, അതെ, ഒരു കാലത്തും വിഷമിക്കുകയില്ല. നിങ്ങളുടെ മേലുള്ള വിധിയെ മാറ്റാൻ ദൈവത്തിന് കഴിയും. നിങ്ങളുടെ മേലുള്ള പ്രവചനങ്ങളെ മാറ്റാൻ ദൈവത്തിന് കഴിയും. തീർച്ചയായും രക്ഷകൻ ബെത്ലഹേമിലെ കാലിത്തൊഴുത്തിൽ നിന്ന്, നസ്രത്തിൽ നിന്ന് തന്നെ അവതരിക്കും. നസ്രത്തിൽ നിന്ന് നന്മ വരിക തന്നെ ചെയ്യും. ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ. ഉപാസന ഉപാസന. വാ യേശുനാഥാ, വാ സ്നേഹനാഥാ, ആയൻ ഹൃദയം തേടിടും സ്നേഹമേ നീ. വാ യേശുനാഥാ,
വാവാ യേശുനാഥ, വാവാ സ്നേഹനാഥ, എൻ ഹൃദയം തേടിയിടും സ്നേഹമേ നീ, വാവാ യേശുനാഥ. ആരാധന ആരാധന യേശുവേ ആരാധന, ആരാധന ആരാധന സ്നേഹമേ ആരാധന. ഹല്ലേലൂയാ ഹല്ലേലൂയാ ഹല്ലേലൂ ഹല്ലേലൂയാ. ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു, ഈശോയെ ഞങ്ങളങ്ങയെ മഹത്വപ്പെടുത്തുന്നു, ഈശോയെ ഞങ്ങളങ്ങയെ ആരാധിക്കുന്നു. ഞങ്ങളുടെ കർത്താവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, ഞങ്ങളുടെ ദൈവത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഓ, അവനെ ഞങ്ങൾ സ്നേഹിക്കുന്നു, അവനെ ഞങ്ങൾ ആരാധിക്കുന്നു. ഓ, അവനിൽ ഞങ്ങൾ പ്രതീക്ഷ വെക്കുന്നു, അവനിൽ ഞങ്ങൾ ആശ്രയം വെക്കുന്നു. യേശുവെ ഞങ്ങൾ ആരാധിക്കുന്നു, യേശുവിനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു, അവനെ ഞങ്ങൾ ആരാധിക്കുന്നു, അവനെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ജനകോടികളുടെ പ്രതീക്ഷയായ കർത്താവ്, മഹോന്നതനായ ദൈവം, എൽഷദായായ ദൈവം നമ്മുടെ സമീപത്തുണ്ട്. എൽഷദായ് എന്ന് പറഞ്ഞാൽ ഗോഡ് ഓൾമൈറ്റി എന്നാണ്. സകലതിനും മതിയായവൻ, നിങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവൻ എന്നർത്ഥം. യേശുവേ, ഞങ്ങളുടെ ആവശ്യങ്ങളെക്കാൾ വലിയവനാണ് നീ, ഞങ്ങളുടെ ആഗ്രഹങ്ങളെക്കാൾ വലിയവനാണ് നീ. അതെ, അതുകൊണ്ടല്ലേ ദൈവവചനം ഇങ്ങനെ പറഞ്ഞു വെച്ചത്, സിംഹക്കുട്ടികൾ പോലും ഇര കിട്ടാതെ വലഞ്ഞെന്നു വരാം, എന്നാൽ കർത്താവിൽ ആശ്രയിക്കുന്നവർക്ക് യാതൊന്നിനും കുറവുണ്ടാവുകയില്ല. കർത്താവെ, നിന്നിൽ ആശ്രയിക്കുന്നവർക്ക് സന്തോഷത്തിന് കുറവുണ്ടാവുകയില്ല. അവർ സഹനത്തിലും ആനന്ദം കണ്ടെത്തും. അവർക്ക് പ്രതീക്ഷയ്ക്ക് ഒരു കുറവും ഉണ്ടാവുകയില്ല. നിരാശയിലും പ്രതീക്ഷയുടെ വെട്ടം അവർ കാണും. സഹനങ്ങളിൽ അവർ പതറുകയില്ല, കാരണം അതിനുശേഷം സംഭവിക്കാനിരിക്കുന്നത് അവർക്ക് മുൻപേ കാണുവാൻ കഴിയും. ഈശോയെ, അങ്ങയെ മാത്രം കാണുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. അങ്ങയിൽ ആശ്രയം വെക്കുവാനുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. പെറ്റമ്മയേക്കാൾ ഞങ്ങളെ കരുതലോടെ സ്നേഹിക്കുകയും കരുതലോടെ നോക്കി കാണുകയും ചെയ്യുന്ന അങ്ങയുടെ തിരുമുഖത്തെ നിരന്തരം ചേർത്ത് പിടിക്കാനും ധ്യാനിക്കാനുമുള്ള കൃപ നീ ഞങ്ങൾക്ക് തരണമേ. സ്നേഹത്തോടെ കർത്തൃകരങ്ങളിൽ നമുക്ക് നമ്മളെ തന്നെ കൊടുത്ത് പ്രാർത്ഥിക്കാം. ആരൊക്കെ എന്നെ മറന്നാലും, ആരൊക്കെ തള്ളി പറഞ്ഞാലും, അമ്മയെ പോലെന്നെ ഓമനിക്കാൻ അരികത്തിരുന്നെന്നെ താലോലിക്കാൻ ദൈവമൻ കൂടെയുണ്ട്, ദൈവമൻ കൂടെയുണ്ട്. ദിവ്യകാരുണ്യ യേശുവേ, ഈ ആരാധനയിൽ പങ്കുപറ്റുന്ന എല്ലാ ദൈവമക്കളെയും സ്നേഹത്തോടുകൂടി ഞങ്ങൾ സമർപ്പിക്കുന്നു. ആശുപത്രികളിൽ കഴിയുന്നവർ, യാത്രയിലായിരിക്കുന്നവർ, ഏകാന്തതയുടെ തടവറയിൽ കഴിയുന്നവർ, കിടപ്പ് രോഗികളായിട്ടുള്ളവർ, നിരാശ പൂണ്ടെല്ലാം നശിച്ചു എന്ന് കരുതുന്നവർ, കർത്താവെ, അങ്ങയുടെ സ്നേഹത്തിൻ്റെ വലയത്തിലേക്ക് ഒരിക്കൽ കൂടി അവരെ പെടുത്തണമേ, അവരെ ചേർത്ത് പിടിക്കണമേ. അമ്മയേക്കാൾ അധികമായി അവരുടെ സമീപത്ത് ഞങ്ങളുടെ സ്വർഗത്തിലെ പിതാവ്, അവൻ അയച്ച ഏകജാതൻ,
അവൻ അയച്ച ദൈവത്തിൻ്റെ ആത്മാവ് കുടികൊള്ളുന്നുവെന്ന് എല്ലാവരോടും നീ പറയണമേ. എല്ലാവരുടെയും വീടുകളിലേക്ക് നീ ചെല്ലണമേ. ഹൃദയ കവാടം തുറന്ന് നീ കടന്നു ചെല്ലണമേ. ആശീർവദിക്കണമേ, വീണ്ടെടുക്കണമേ, രൂപാന്തരപ്പെടുത്തണമേ എന്ന് സ്നേഹത്തോടെ ഞങ്ങൾ പ്രാർത്ഥിക്കുന്നു. ആരൊക്കെ എന്നെ മറന്നാലും, ആരൊക്കെ തള്ളി പറഞ്ഞാലും, അമ്മയെ പോലെന്നെ ഓമനിക്കാൻ അരികത്തിരുന്നെന്നെ താലോലിക്കാൻ ദൈവമൻ കൂടെയുണ്ട്, ദൈവമൻ കൂടെയുണ്ട്. യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ, യേശുവേ രക്ഷകാ, കർത്താവേ നാഥനേ. ഓ എൻ്റെ ദൈവമേ, ഓ എൻ്റെ കർത്താവേ, ആരാധന അങ്ങേക്കാരാധന, ആരാധന അങ്ങേക്കാരാധന.